Good morning, Makle. Happy day with Suja Armohan series in day 49-ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. പണ്ട് ഈ ചിരിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെരുവരലിൽ നിന്ന് ദേഷ്യം ഇങ്ങനെ അരിച്ചു കയറുമായിരുന്നു. ഞാൻ ചിന്തിക്കും, ഈ ആൾക്കാരെന്തിനാ ചിരിക്കുന്നത്? ഞാൻ നെഗറ്റീവായിരുന്ന സമയത്തെ കഥയാണ് പറയുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലൈഫിൽ 100 കൂട്ടം പ്രശ്നങ്ങളും തലയിൽ ചുമന്ന് നടക്കുന്ന സമയത്ത് ആൾക്കാരിങ്ങനെ ചിരിച്ച് ഹാപ്പി ആയിട്ട് നടക്കുന്നത് കാണുമ്പം ഞാൻ മനസ്സ് ചിന്തിക്കും, ഓ ചിരിക്കുന്നു, ലൈഫാണെങ്കിൽ മടുത്ത് ജീവിതം തന്നെ വെറുത്ത് നിൽക്കുന്ന അവസ്ഥ. ഈ സമയത്ത് ആളുകൾ കിടന്ന് ഇങ്ങനെ ചിരിക്കുന്നു. എനിക്കാണെങ്കിൽ ചിരിക്കുന്നവരെ കാണുന്നത് പോലെ ദേഷ്യമായിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ടീച്ചറമ്മ ബൈ ബർത്ത് ഹാപ്പി പേഴ്സൺ അല്ലായിരുന്നു. ഇവിടെ നിന്ന് 38 വർഷം ഞാൻ നെഗറ്റീവ് അടിച്ച് ജീവിച്ചത്. ഇപ്പോഴും ഞാൻ യൂട്യൂബിൽ എൻ്റെ ഒരു പഴയ ഫോട്ടോയൊക്കെ ഇടുന്ന സമയത്ത് സ്റ്റുഡൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട്, അയ്യോ ഞങ്ങളുടെ ടീച്ചറമ്മ ഇങ്ങനല്ലേ, ചിരിക്കാത്ത ടീച്ചറമ്മ. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. മക്കളെ 38 വർഷം ഞാനൊരു ദുഃഖപുത്രിയായിട്ട് ജീവിച്ചത്. എൻ്റെ മുഖത്തൊരു ചിരി കാണാൻ വലിയ പാടായിരുന്നു. എപ്പോഴും ഞാൻ ദുഃഖപുത്രി ഭാവം, ഈ ഒരു ഭാവമായിരുന്നു. അവിടെ നിന്ന് ഞാൻ എന്നെ ഇന്ന് കാണുന്ന ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ടീച്ചർമാർ ക്യാൻ ഡു ഇറ്റ്, യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. എല്ലാവർക്കും പറ്റും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സാണ് സന്തോഷമായിട്ടിരിക്കണോ വിഷമിച്ച് കരഞ്ഞിട്ടിരിക്കണോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ മക്കളെ. ഓക്കെ, കൽ കരേ സോ ആജ് കരേ സോ അബ്, പൽ മേ പ്രളയ് ഹോയേഗി, ബഹുരി കരേഗാ കബ്. കബീർദാസിൻ്റെ ഈ ഒരു ദോഹ വല്ലതും പിടികിട്ടിയ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ ഒരു ഹിന്ദി ദോഹയെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, മക്കളെ ഈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ വാക്ക് എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്ക് അറിയാവോ? നാളെ. ഒരു ബിസിനസ് തുടങ്ങണം, നാളെ തുടങ്ങാം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, നാളെ തുടങ്ങാം. പഠിച്ചു തുടങ്ങണം, നാളെ തുടങ്ങാം. നാളെ നീളെ നടക്കത്തില്ല. എല്ലാം ഇങ്ങനെ നാളത്തേക്ക് മാറ്റിവെക്കുന്നവരുണ്ട്. കബീർദാസിൻ്റെ ഒരു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ദിവസം കബീർദാസ് ഇങ്ങനെ തൻ്റെ ശിഷ്യന്മാർക്കൊപ്പം ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വയലിൽ ഒരു കർഷകൻ നിന്നിങ്ങനെ പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ ഈ കർഷകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അടുത്ത വർഷം നല്ല മഴ കിട്ടുവാണെങ്കിൽ അടുത്ത വർഷം കൃഷി ചെയ്യാം. ഈ വർഷം മഴയില്ല, ഒന്നുമില്ല, ഇനിയിപ്പോൾ ഞാൻ കൃഷിയൊന്നും തുടങ്ങുന്നില്ല. കബീർദാസും ശിഷ്യന്മാരും കുറച്ച് മുന്നിലേക്ക് നടന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയെ കണ്ടുമുട്ടി, ഒരു പയ്യനെ കണ്ടുമുട്ടി. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, ഞാൻ അടുത്ത മാസം മുതൽ നന്നായി പഠിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് വൈകുന്നേരം മറ്റൊരു വ്യാപാരിയെ ഇവർ കാണുകയാണ്. വ്യാപാരി പറയുകയാണ്, എനിക്ക് കുറച്ചും കൂടെ പൈസ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പേരെ സഹായിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇത് കേട്ട കബീർദാസ് ചിരിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു എന്തുകൊണ്ടാണ് അങ്ങ് ചിരിച്ചത്? അപ്പോൾ കബീർദാസ് പറഞ്ഞൊരു കാര്യമാണിത്. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നാളെ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യുക. ഇന്ന് ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഈ നിമിഷം ചെയ്യുക. കാരണം നാളെ എന്നത് നമ്മുടെ കയ്യിലല്ല മക്കളെ, ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. നാളെ എന്ത് എന്നുള്ളത് അറിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേറ്റു, നമുക്കൊപ്പം എത്രയോ പേര് ഉറങ്ങി രാവിലെ എഴുന്നേൽക്കാത്ത എത്രയോ പേരുണ്ട്. ഉറക്കത്തിൽ തന്നെ ജീവിതം നഷ്ടപ്പെട്ടു പോയ എത്രയോ മനുഷ്യരുണ്ട്. ശരിയല്ലേ? വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കുക. ഓരോ ദിവസവും ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, പിന്നീട് ചെയ്യാം, പക്ഷെ അടുത്ത മാസം ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, 5 കൊല്ലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. ഈ നിമിഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അടുത്ത നിമിഷം ഉണ്ടോ എന്ന് പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ജീവിതത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാ ഈ നീട്ടിവെക്കുന്നത്? മടിയും നീട്ടിവെക്കലും അലസതയും അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. രാവിലെ ഞാൻ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങുന്നിടം വരെ ഓരോ സെക്കൻഡിനെയും എങ്ങനെ യൂസ്ഫുൾ ആക്കാം, അല്ലെ എങ്ങനെ എൻ്റെ സ്വപ്നത്തിലേക്ക് വേണ്ടി എനിക്ക് ഉപയോഗിക്കാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതിനുവേണ്ടി നിരന്തരമായിട്ടുള്ള ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ശ്രമയ്ക്ക് റിസൾട്ട് കിട്ടുന്നത്.
എനിക്ക് നിങ്ങളോട് വലിയ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മാസത്തിനുള്ളിൽ നിങ്ങളോട് ആ ഹാപ്പിനെസ് ഞാൻ ഷെയർ ചെയ്യാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഹാപ്പിനെസ് നേടിയിട്ട് മക്കളെ, ഇതാണ് ടീച്ചറമ്മ പറഞ്ഞ ആ ഒരു സർപ്രൈസ്, എൻ്റെ ഒരു വലിയ ഗോള് നടന്നു എന്ന് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ വെറുതെ ഇരിക്കല്ല, എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഗോള് മാത്രമല്ല, അതിനോടൊപ്പം പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു റിസൾട്ട് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് നേരത്തെ ഷെയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മളത് നേടിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീൽ വേറെയാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, പറഞ്ഞു വന്ന പോയിന്റിലേക്ക് വരാം. പലർക്കും വർക്കൗട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പലരോടും പറയും വർക്കൗട്ട് ചെയ്യണം കേട്ടോ, ബോഡി വെയിറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ അവർ പറയും ചെയ്യാം ടീച്ചർ, ഞാൻ എന്തായാലും ഇനിയിപ്പം ഇതിപ്പോൾ ജൂലൈ ആയില്ലേ, ഇനിയിപ്പോൾ എന്തായാലും ഓഗസ്റ്റ് 1 തൊട്ട് അങ്ങ് പോവാം. മക്കളെ, യൂട്യൂബിൽ വീഡിയോ ഇടാം. ടീച്ചർ എന്തായാലും എനിക്കിപ്പം ഈ ഒരു ആഴ്ച വരെ തിരക്ക്, അടുത്ത ആഴ്ച ഞാൻ എന്തായാലും ചെയ്യാം. പരീക്ഷ എത്തില്ലേ മക്കളെ, പഠിച്ചു തുടങ്ങണ്ടേ? പരീക്ഷയ്ക്ക് ഇനി എത്ര ദിവസം കിടക്കുന്നു? പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പേ പഠിച്ചാൽ ഞാൻ സെറ്റാ. എല്ലാം ഇങ്ങനെ നീട്ടി വെക്കുക. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ നീട്ടി വെക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെന്ന്? നാളെ എത്തുമ്പം ചങ്കരം പിന്നെയും തെങ്ങുമേ തന്നെ എന്ന് പറഞ്ഞൊരു അവസ്ഥയിൽ നമ്മൾ പോകും. നാളെ നീളെ ഇങ്ങനെ ഓരോ ദിവസവും നീട്ടി നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നീണ്ടു പോയി എങ്ങും എത്താതെ ഒരു ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ അന്ന് ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് ഈ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എവിടെ എത്തിയേനെ എന്ന് പിന്നീട് ഓർത്ത് വിഷമിക്കേണ്ട ഒരു സാഹചര്യം വരരുത്. 2 സുഹൃത്തുക്കൾ 1 വർഷത്തിന് ശേഷം മീറ്റ് ചെയ്യാണ്. അപ്പോൾ 1 വർഷത്തിന് മുന്നേ ഇവർ കണ്ട സമയത്ത് ഇവർ 2 പേരും പറഞ്ഞു പിരിഞ്ഞത് നമുക്കൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, ബൊട്ടീക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ സംസാരിച്ചിട്ട് പിരിഞ്ഞത്. പിന്നീട് അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് കണ്ടുമുട്ടുന്നത്. ആദ്യത്തെ വ്യക്തി രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ചു, എടി നീ ബൊട്ടീക്ക് ഒക്കെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയോ? അപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞു, ഞാൻ ബൊട്ടീക്ക് തുടങ്ങി കഴിഞ്ഞ 1 വർഷമായി. ഇപ്പോൾ എനിക്ക് ഏകദേശം 1 കോടി രൂപയോളം എൻ്റെ ബൊട്ടീക്കിൽ നിന്നും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈനായിട്ട് എനിക്ക് 1 കോടി രൂപയോളം സമ്പാദിക്കാൻ പറ്റി. ഇത് കേട്ട രണ്ടാമത്തെ വ്യക്തി ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. 2 പേരും ഒരേ സമയം ഡിസിഷൻ എടുത്തതാണ്. അടുത്ത ദിവസം തന്നെ ആക്ഷൻ എടുത്തു. അവർ സക്സസ്ഫുൾ ആയി. ഈ കുട്ടി ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. തുടങ്ങണോ വേണ്ടയോ? തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാരെന്തെങ്കിലും പറയുമോ? എൻ്റെ വീട്ടുകാരെന്ത് പറയും? നാട്ടുകാരെന്ത് പറയും? കൂട്ടുകാരെന്ത് പറയും? സമൂഹം എന്ത് പറയും? ചിന്തിച്ച് ഇന്നും ആക്ഷൻ എടുത്തിട്ടില്ല. നിങ്ങൾ ഈ 2 വ്യക്തികളും തമ്മിലുള്ള ആ ഒരു അന്തരം ഒന്ന് ആലോചിച്ച് നോക്കി. വേഗം ബുക്ക് എടുക്കുക. ഈ നിമിഷം ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങളിങ്ങനെ നാളെ നീളെ എന്നും പറഞ്ഞ് നീട്ടി വെച്ച് വയ്ക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് എന്ത് ആക്ഷൻ എടുക്കും? 365 ദിവസം കൊണ്ട്, 1 വർഷം കൊണ്ട് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ആ 365 ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയാണ് ഓരോ ദിവസവും. ആ ഓരോ ദിവസത്തെയും നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ടു ഡു ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇന്ന് 49 ദിവസമായി നമ്മൾ ഒരുമിച്ച് ഈ ഒരു ജേണി തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആദ്യം മുതലുള്ള വീഡിയോസ് കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. ദിവസം 2-3 വീഡിയോസ് വെച്ച് നിങ്ങൾ കണ്ടു തീർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റും. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്കൊരു ഗോളിലേക്ക് എത്തണമെങ്കിൽ എത്ര ദിവസം കൊണ്ടെത്തണം? 1 ആഴ്ച കൊണ്ടെത്തണോ? 1 മാസം കൊണ്ടെത്തണോ? 6 മാസം കൊണ്ടെത്തണോ? 1 വർഷം കൊണ്ടെത്തണോ? 5 വർഷം കൊണ്ടെത്തണോ? ആ ഗോളിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും? അതിന് വേണ്ടിയിട്ട് ഓരോ ദിവസവും ഞാൻ എന്ത് ആക്ഷൻ എടുക്കും വ്യക്തമായിട്ട് എഴുതി വയ്ക്കും. ഓരോ ദിവസവും ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓരോ ആഴ്ചയിലും ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓരോ മാസവും ചെയ്യാനുള്ള കാര്യങ്ങൾ, ഓരോ വർഷവും ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പ്ലാൻ ചെയ്താണ് വിജയികൾ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ അവരിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത് കൊണ്ടല്ല അവർക്ക് അനുനിമിഷം സക്സസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ നിമിഷം തീരുമാനമെടുക്കുക. ഞാനിനി ഒരു വിധിയെ പോലെ നാളെ നീളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കില്ല. നിങ്ങൾക്ക് എന്തൊക്കെ ജോലികൾ ചെയ്യാൻ പെൻഡിങ് കിടപ്പുണ്ടോ അതെല്ലാം ചെയ്തു തീർത്ത് ഒരു വിജയിയെ പോലെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലൈഫിൽ സന്തോഷം തോന്നണം. ഞാൻ ജീവിച്ചു, എൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ഞാൻ നേടി, ഞാനൊരു സക്സസ്ഫുൾ പേഴ്സണാലിറ്റി ആയി. ആളുകൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തണം. മക്കളെ, ഇന്ന് നിങ്ങൾ എടുക്കുന്ന ചെറിയ ആക്ഷൻസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന വ്യക്തിയോടാണ് ഞാൻ പറയുന്നത്. ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന ചെറിയ ആക്ഷൻസ്, അതിൻ്റെ കോമ്പൗണ്ടിങ് എഫക്റ്റ് അറിയാമല്ലോ. അപ്പോൾ അതിങ്ങനെ കൂടി വന്നിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പലർക്കും വലിയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ട്.
പക്ഷേ എന്താ ചെയ്യുന്നത്? നാളെ നീളെ എന്ന് പറഞ്ഞ് നീട്ടി വെക്കും. നീട്ടി വെക്കൽ അങ്ങ് നിർത്തിയിട്ട് കബീർദാസ് പറഞ്ഞതുപോലെ നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ നിമിഷം ചെയ്യുക. നാളെ എന്നത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് നല്ല സന്തോഷമായിട്ട്, എനർജറ്റിക് ആയിട്ട്, ഹാപ്പി ആയിട്ട്, ആരൊക്കെ തളർത്താൻ നോക്കിയാലും നിങ്ങൾ തളരരുത്. ചുറ്റുമുള്ള മനുഷ്യരല്ല നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. വി ആർ ദ ക്രിയേറ്റർ ഓഫ് അവർ ഓൺ ഡെസ്റ്റിനി. നമ്മളാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഒരു യോദ്ധാവിനെ പോലെ എല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. വിജയിക്കണമെന്നുള്ള ആ ത്വര മനസ്സിലിങ്ങനെ എപ്പോഴും ഉണ്ടായിരിക്കണം. അടങ്ങാത്ത ആ ഒരു ത്വരയാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കേണ്ടത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ടീച്ചർമ്മയ്ക്ക് എവിടുന്നാ ഇത്രയും ശക്തി വരുന്നത്, എങ്ങനെയായി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹം വരുന്നത്? എൻ്റെ ജീവിതാനുഭവങ്ങളാണ്. ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച് അങ്ങേ അറ്റം പോയി. ഇനിയിപ്പോൾ എന്ത് വന്നാലും കല്ലിവല്ലി അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തു വന്നാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി വന്നു. തീയിൽ കുരുത്തത് ആ വെയിലത്ത് വാടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മക്കള് നല്ല എനർജറ്റിക് ആയിട്ട്, ഹാപ്പി ആയിട്ട്, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് രാവിലെ തന്നെ മിടുക്കരായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോ. ടീച്ചറമ്മ ഇല്ലേ കൂടെ? എല്ലാ ദിവസവും വരികയല്ലേ നിങ്ങളെ കൂടുതൽ സക്സസ്സിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ മക്കൾ നല്ല കമൻസ് ഒക്കെ ഇട്ട് ടീച്ചറുമായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ ആ കമൻറ്റിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകട്ടെ. എനിക്ക് എന്ത് സന്തോഷമാണ് നിങ്ങളുടെ ഓരോ കമൻസും വായിക്കും. എനിക്ക് കിട്ടുന്ന സന്തോഷം. ഞാൻ എല്ലാ കമൻസും വായിക്കാറുണ്ട്. സമയമില്ലെങ്കിലും കിട്ടുന്ന സമയത്തൊക്കെ ആ കമൻസ് വായിച്ച് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കമൻറ്റ് ചെയ്യാൻ റിപ്ലൈ ഇടാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ മക്കൾക്ക് ഒരുപാട് സ്നേഹം. ഈ ഹാർട്ട് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഒരുപാട് സ്നേഹം. ഐ ലവ് യു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബൈ ബൈ. ലവ് യു.